അസ്സലാമു അലൈക്കും. മോളെന്തിയെ? റസിയയും ചാച്ചുവിനെയും പിന്നീട് ഒരു മാസത്തിന് ശേഷം കാണാൻ വന്നതായിരുന്നു ചേട്ടത്തി. അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് എല്ലാവർക്കും. ആബിദും കുടുംബവും മടങ്ങിയതിനു ശേഷം അയൽവാസി എന്ന നിലയിൽ ഒന്ന് കാണാൻ പോയിരുന്നു അവർ. എന്നാൽ വിസിറ്റേഴ്സിനും ഒന്നും കാണാൻ പറ്റില്ലെന്നും ഒരു മാസം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമെന്നും അറിഞ്ഞതുകൊണ്ട് പിന്നീട് ഇപ്പോഴാണ് അവർ ആ വീട്ടിലേക്ക് കടക്കുന്നത്. ആ, അത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? അവൾക്ക് ഒരു ആൺവാവ് ഉണ്ടായതിൽ പിന്നെ ആരെയും വേണ്ട പെണ്ണിന്. ഞങ്ങളടുത്തേക്കൊന്നും വരാറില്ല. അവിടെ ഒരു ഇത്താത്തായ വലിയ പെണ്ണായി എന്നാണ് വിചാരം. കേട്ടത്തി ചിരിയോടെ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഐഷമ്മയും റസിയയും കുഞ്ഞും എല്ലാം മുഴുവനായും ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ റസിയയ്ക്ക് സന്തോഷം തോന്നി. ആണോ? എന്നാ പ്രസവിച്ചേ? സുഖപ്രസവം തന്നെ ആയിരുന്നില്ലേ? കുഞ്ഞിനും അവൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? റസിയ സന്തോഷം പുറത്തേക്ക് കാണിച്ചുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ചേട്ടത്തിയെ കണ്ടപ്പോൾ മോളെ കൂടി കാണാൻ തോന്നിയിരുന്നു അവൾക്ക് മാത്രമല്ല ചാച്ചുവും ആബിദും അവൾ വരുന്നത് കണ്ടപ്പോൾ മോള് അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു. കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞതോടെ ചാച്ചുവിനും കുഞ്ഞിനെ കാണണമെന്നായി. കാര്യങ്ങളൊന്നും അറിയാനുള്ള പ്രായം അവനായില്ലല്ലോ. അല്ലെങ്കിലും ചെറിയ കുട്ടികളെ കാണാനും ഒന്ന് തൊട്ടു നോക്കാനും അടുത്തിരിക്കാനും എല്ലാം ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക? കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ചും. ഇത്രയും നേരം എല്ലാം കേട്ടിരുന്ന ആയിഷുമ്മക്ക് പക്ഷേ അവർ എത്ര മാറിയെന്ന് പറഞ്ഞാലും മാറാൻ ശ്രമിച്ചാലും ഷാക്കിറയുടെ സന്തോഷം മാത്രം കാണാനും കേൾക്കാനും വയ്യ. എത്രയൊക്കെ തൻ്റെ മകൻ്റെ കൈവില്ലായ്മ മറക്കാൻ ശ്രമിച്ചാലും ഷാക്കിറയെ പറ്റി കേൾക്കുന്ന സമയത്ത് ചാച്ചു ആബിദിൻ്റെ മോനല്ല എന്ന കാര്യം ഓർമ്മ വരും. അതുവരെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുകയും അടുത്തിരിക്കുകയും ഒക്കെ ചെയ്തതായിരുന്ന ചാച്ചുവിനെ ഷാക്കിറയുടെ ഓർമ്മ വരുമ്പോൾ അവർക്കും ഇഷ്ടമില്ലാതെയാവും. അത് അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല താനും. അവൾക്കൊരു ആൺകുട്ടി കൂടി ഉണ്ടായെന്ന് അറിഞ്ഞത് മുതൽ ഐഷുമ്മയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. നമുക്ക് പോവാൻ കാണാൻ വാവേന്ന്. പൂവല്ലുമ്മി. റസിയുടെ കൈപ്പിടിച്ച് വലിച്ച് ചാച്ചുവിനെ കാണാൻ അവർ മനസ്സിൽ ഉരുവിട്ടു. കുരുത്തം കെട്ടവനെ, ഇനി പോളക്കുട്ടിനെ കാണാൻ പോവാ. തൻ്റെ സ്വത്ത് ഇല്ലാതാക്കാൻ പിറന്ന ആള്. അല്ല, ഉമ്മയുടെ അസുഖങ്ങളെല്ലാം മാറിയില്ലേ അല്ലേ? ചേട്ടത്തിയുടെ കുശലാന്വേഷണം ഐഷുമ്മയിലെത്തി നിന്നു. അവർക്ക് അവരോടും വല്ലാത്ത പക തോന്നി. അന്നൊരു ദിവസം അവളുടെ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നവളാണ്. ഇപ്പോൾ പ്രസവം കഴിഞ്ഞതും ആൺകുഞ്ഞാണെന്ന് അറിയിച്ചതും ഇവരെ തന്നെ. ഈ തള്ളക്ക് വീട്ടിലിരുന്നാൽ പോരെ? അയൽവാസികളുടെ വീട്ടിലേക്ക് ഇങ്ങനെ തെണ്ടിപ്പോകുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അവർ മനസ്സിൽ വിചാരിച്ചു. ഐഷുമ്മ അവരെങ്ങനെ ചോദിച്ചതും ഒന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആബിദിന് കുഞ്ഞുങ്ങളെ മാത്രമല്ല ഷാക്കിറയും കാണണമെന്നുണ്ട് മനസ്സിൽ. അവൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് കാണാനൊരു പൂതി. ചേട്ടത്തിയോട് റസിയ ഷാക്കിറയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കും വിധം ന്യൂസ് പേപ്പറിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെവി രണ്ടും അവരുടെ ഭാഗത്തേക്ക് കൂർപ്പിച്ചു നിന്നു അവൻ. ഷാക്കി പ്രസവിച്ചിട്ട് 3 ആഴ്ചയായിപ്പോൾ. നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലായിരുന്നോ? അതാണ് കാര്യങ്ങൾ അറിയാതിരുന്നത്. പിന്നെ നിങ്ങൾ ഇവിടേക്ക് താമസം മാറ്റിയ പാടെ പോയതല്ലേ? എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുന്നത് തന്നെ ഇപ്പോൾ അല്ലേ? ഞാൻ കരുതി ഷാക്കിയുടെ പോലെ തനിക്കും പരിചയമാകാനും അടുത്തിടപെടാനും സമയം പിടിക്കുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ മനസ്സിലായിട്ടോ, കുഞ്ഞിൻ്റെ അസുഖം കാരണമുള്ള ടെൻഷനായിരുന്നു അല്ലേ? ചേട്ടത്തി അങ്ങനെ ചോദിച്ചപ്പോൾ അതല്ല കാരണമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു വിളറിയ ചിരിയോടെ തലയാട്ടി റസിയ. ഷാക്കി ഇവിടെ നിന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രസവ സമയത്ത് നല്ലവണ്ണം ബുദ്ധിമുട്ടി അവൾ. അമ്മയോ കുഞ്ഞോ എന്ന നിലയിലായിരുന്നു. ആ 2 ഉമ്മമാരുടെ പ്രാർത്ഥനയും ദൈവം കേട്ടു. പറയാതിരിക്കാൻ വയ്യ. ഇത്ര സ്നേഹമുള്ളൊരു അമ്മായിയമ്മയെ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ. മരുമക്കൾ എന്നും മരുമക്കളും അമ്മായിയമ്മ എന്നും അമ്മായിയമ്മയാണെന്ന് കരുതിയിരുന്നു ഞാൻ ഇതുവരെ. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ ധാരണകൾ തെറ്റാണെന്ന്. ചേട്ടത്തി പറയുന്നത് കേട്ട് ആബിദിൻ്റെ മനസ്സ് നീറി. താനായി നഷ്ടപ്പെടുത്തിയതാണ്. ഇനി ഒരിക്കലും അവൾ തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. കുഞ്ഞ് ആ ഡോക്ടറിനെ മുറിച്ച് വെച്ചതുപോലെയാണ്. ഉമ്മയെപ്പോലൊരു മോളും ഉപ്പയെപ്പോലൊരു മോനും. സന്തുഷ്ട കുടുംബം. അവർക്കേ ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. ചേട്ടത്തിക്ക് അവരെക്കുറിച്ച് പറഞ്ഞിട്ട് തീരുന്നില്ലായിരുന്നു. ചേട്ടത്തിയമ്മേ. എല്ലാം കേട്ട് നിൽക്കുകയായിരുന്ന ചാച്ചു അവരെ വിളിച്ചു. എന്താടാ ചക്കരെ? തന്നെ ആദ്യമായി ഒരാൾ ചേട്ടത്തിയമ്മ എന്ന് വിളിക്കുന്നത് കേട്ട് സന്തോഷത്തോടെ അവർ ചാച്ചുവിൻ്റെ താടിൽ പിടിച്ചു. ആ വാവ ചിരിക്കോ? അവനെ അറിയേണ്ടത് അതായിരുന്നു. പിന്നില്ലാതെ വാവെന്നോട് ചിരിച്ചല്ലോ. ശരിക്കും അത് കേട്ടപ്പോൾ അവന് അത്ഭുതം ആണ്. ശരിക്കും ചേട്ടത്തിയും പറഞ്ഞു. അപ്പോൾ ചാച്ചുവിൻ്റെ മുഖത്തെ പൂനില വിടർന്നു. വാവയ്ക്ക് പേരിട്ടോ? അടുത്തത് അതായിരുന്നു അവനെ അറിയേണ്ടത്.
ആ ഇട്ടല്ലോ, വാവേനെ മൊട്ടയാക്കി. അയ്യേ, അത് വേണ്ടായിരുന്നു. അവൻ വാ പൊത്തി. വാവയുടെ പേരെന്താ? അവൻ ചേട്ടത്തിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. അത് വാവയുടെ കുഞ്ഞിത്താത്തിട്ട പേരാണല്ലോ, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. മോളാണ് കുഞ്ഞിന് പേരിട്ടതെന്ന് അറിഞ്ഞപ്പോൾ അവനും അങ്ങനൊരു വാവ ഉണ്ടാവാനും പേരിടാനും ആഗ്രഹം. എനിക്കൊരു കുഞ്ഞാവുണ്ടായാൽ ഞാൻ പേരിടും. ചാച്ചു തൻ്റെ ഇഷ്ടം പറഞ്ഞ് ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവർ സമ്മതിക്കില്ലേ എന്നൊരു ചോദ്യമാണ് അതിലുണ്ടായിരുന്നത്. എങ്കിൽ ആബിദ് അതുവരെ ഉത്സാഹത്തോടെ കേട്ടിരുന്നവൻ അവിടെ നിന്നും അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് പോയി. ഉമ്മ, ഉമ്മ. ആബിദ് അവിടെ നിന്ന് പോയതോടെ ചാച്ചു റസിയുടെ നേരെ തിരിഞ്ഞു. അവനെ കുഞ്ഞിനെ കാണാൻ ഇപ്പോൾ തന്നെ പോകണം. വാശി പിടിച്ചതോടെ അവൾ പോകാമെന്ന് സമ്മതിച്ചു. ശരി ഉമ്മ, ഈ ഡ്രസ്സൊന്ന് മാറട്ടെ, കണ്ടില്ല ആകെ നനഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി. വേറൊരു മാക്സി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ആബിദ് മുന്നിലുണ്ടായിരുന്നു. അവന് കുഞ്ഞിനെ കാണണമെന്ന് ചോദ്യഭാവത്തോടെ മുഖത്തേക്ക് നോക്കിയവന് സാധാരണയായി മറുപടി ഒന്നും പറയാറില്ലെങ്കിലും അപ്പോൾ അവൾ മറുപടി കൊടുത്തു. തൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ നടത്തിയതിനായതുകൊണ്ട് ചെറിയൊരു മൃദു സമീപനം വന്നിട്ടുണ്ട് അവൾക്ക്. എങ്കിലും ഇനിയും അവൻ്റെ കൂടെ ഭാര്യ എന്ന അവകാശത്തിലോ കടമയിലോ ജീവിക്കാൻ അവൾക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഒരു റൂമിൽ കഴിയാനോ അവൾക്ക് ഇഷ്ടമില്ല. റെസ്റ്റ് തീർന്നതോടെ റസിയ വീട്ടിൽ പാചകം ചെയ്യും എന്ന് കരുതി കഴിക്കാനുള്ള നേരത്ത് ഒന്നും അവൾ എടുത്തു കൊടുക്കില്ല ആർക്കും. ആബിദ് പുതിയൊരു ജോലിയിൽ നാളെ മുതൽ പോക്ക് തുടങ്ങും. ഒരു പലചരക്ക് കടയിലാണ് അവന് കിട്ടിയത്. ചാച്ചുവിനെയും കൊണ്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടി ആ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ധൈര്യമൊന്നും അവൾക്കിപ്പോൾ ഇല്ല. ഷാക്കിയും ഉമ്മയും ഒക്കെ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അവളുടെ ജീവിതത്തിൽ ഒരു വില്ലത്തിയായി വന്നത് ആണ് ഞാൻ. മടിയോടെ തന്നെ പിടിച്ചു വലിച്ച് ആവേശത്തോടെ നടക്കുന്ന ചാച്ചുവിന് പിന്നാലെ നടന്നു അവൾ. പ്രതീക്ഷിച്ച പോലെ മുഖം കറുത്തൊരു വാക്കോ നോട്ടമോ ആരിൽ നിന്ന് തന്നെ ഉണ്ടായില്ല എന്ന് കണ്ടപ്പോഴാണ് റസിയയ്ക്ക് ശ്വാസം നേരെ വീണത്. പാല് കൊടുത്ത് കുഞ്ഞിനെ തൊട്ടിയിലേക്ക് കിടത്താൻ നോക്കുകയാണ് ഷാക്കി. അടുത്തു തന്നെ മോളുമുണ്ട്, ഒപ്പം നിയാസിൻ്റെ അമ്മയുമുണ്ട്. തൻ്റെ സഹോദരൻ്റെ മോൻ്റെ ജീവിതത്തിൽ വിധി കയറി കളിച്ചപ്പോൾ ഏറെ ദുഃഖിച്ചവരാണ്. എന്നാൽ ജീവിതത്തിൽ വീണ്ടും സന്തോഷം നാമ്പിട്ടപ്പോൾ ആദ്യത്തെ പോലെ വന്നു നിൽക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് അവർക്കെപ്പോഴും. അങ്ങനെ കിട്ടിയ ചാൻസിൽ ഓടി വന്നതാണ് ആ അമ്മായി. ഇതാരെ ഷാക്കി? അമ്മായി ചോദിച്ചപ്പോഴാണ് ഷാക്കി മുഖമുയർത്തി നോക്കിയത്. റസിയയും ചാച്ചുവിനെയും കണ്ട് മുഷിച്ചിലൊന്നും കാണിക്കാതെ ആ വീട്ടിലെ പുതിയ അയൽവാസികളാണെന്ന് പറഞ്ഞു കൊടുത്തു. ആ, അയൽവാസികളായിട്ട് ഇപ്പോൾ ആണോ വരുന്നത്? ചാച്ചുവിൻ്റെ താടിയിൽ പിടിച്ച് ചിരിയോടെ ചോദിച്ച അമ്മായി. അത് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. റസിയാണ് അവർക്ക് മറുപടി പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടതും അതുവരെ ചിരിയോടെ നിന്നവരുടെ മുഖത്തെ ചിരി മാറി. പിന്നെ അതിനെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ, എന്തിനായിരുന്നു എന്നും മറ്റും. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ ചാച്ചുവിൻ്റെ തലയിൽ തലോടിയവർ. ഇപ്പോൾ മിടുക്കനായല്ലോ, നിനക്ക് വാവയെ കാണണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയിരുന്നു. ഒന്നങ്ങ് മാറി നിന്ന് കൊടുക്ക് പെണ്ണേ, മോളെ തോണ്ടി ദേഷ്യപ്പിടിക്കാൻ എന്നതുപോലെ പറഞ്ഞു. ഉമ്മ പ്രസവിച്ച് കിടന്നപ്പോൾ കൂടെ ഇവളും പെറ്റെടുക്കാൻ തുടങ്ങിയതാ. അമ്മായി അവളെ നോക്കി പറയുന്നുണ്ട്. അമ്മായിപ്പോ, ഇത് എൻ്റെ വാവയാണ്. അവളും അമ്മായിയുടെ മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ഞിനോട് ഒന്നുകൂടി ഒട്ടി നിന്നു. കുഞ്ഞിനെ തലോടിയും തൊട്ടും ഇരിക്കുന്ന മോളുടെ ഗമ നിറഞ്ഞ മുഖം കണ്ട് ചാച്ചുവിനും അതുപോലെ ഒരു അനിയത്തിയെയോ അനിയനെയോ വേഗത്തിൽ കിട്ടണമെന്ന് തോന്നി. അന്നേരം ഞാനും ഇരിക്കും ഇതുപോലെ ഗമയോടെ. അന്ന് ഈ വാവ വലുതായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ നിനക്കും എൻ്റെ വാവയെ തൊടാനൊക്കെ തോന്നും. അവൻ മോളുടെ ഗമ നിറഞ്ഞ മുഖത്തേക്ക് നോക്കി മനസ്സിൽ വിചാരിച്ചു. എന്നാലും ആ കുഞ്ഞിനെ ഒന്ന് തൊട്ട് നോക്കാനും ആ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈക്കുള്ളിൽ തൻ്റെ കൈ ഒന്ന് വെക്കാനും അവനൊരു മോഹം. ഷാക്കി അവൻ്റെ മുഖത്തേക്ക് അലിവോടെ നോക്കി. ഇത്രയും ചെറുപ്രായത്തിൽ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നവനാണ്. ചാച്ചു കുഞ്ഞിക്കാലിൽ നിന്ന് തൊട്ട് ഷാക്കിയുടെ മുഖത്തേക്ക് പാളി നോക്കി. അവിടെ ദേഷ്യമോ ഇഷ്ടക്കേടോ ഉണ്ടോ എന്നറിയാൻ. ഇല്ല, അവിടെ ചുണ്ടിൽ ചെറു ചിരിയാണെന്ന് കാണേ. അവൻ്റെ കൈ പിന്നെ ആ കുഞ്ഞിക്കൈയിൽ തൊട്ടു. വിരൽ കുഞ്ഞിക്കൈക്കുള്ളിലേക്ക് മെല്ലെ മെല്ലെ ആക്കി. ഇപ്പോൾ അവൻ്റെ വിരൽ കുഞ്ഞിക്കൈക്കുള്ളിലാണ്. അവന് എന്തെന്നില്ലാത്ത സന്തോഷം. അങ്ങനെ നിൽക്കുമ്പോൾ ആ കവിളിൽ ഉമ്മ വെക്കണം തോന്നി അവൻക്ക്. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് ഉമ്മ കൊടുക്കാൻ പാടില്ലെന്ന തോന്നലോടെ അവൻ്റെ ആഗ്രഹം മനസ്സിലാക്കി റസിയ അവനെ പിന്നിലേക്ക് പിടിച്ചു. വാവ ഉണരും, വാ. അവൻ്റെ ചെവിയിൽ മെല്ലെ മന്ത്രിക്കുകയും ചെയ്തു.
നിരാശയോടെ തൊട്ടിലേക്ക് കിടത്തുന്ന കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന ചാച്ചുവിനോട് കുഞ്ഞ് ഉണർന്നിട്ട് ഉമ്മ വെക്കാമെന്ന് പറഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി റസിയ. അവർക്കുള്ള ചായയും കുടിച്ച് വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോൾ ചാച്ച അവിടെ നിൽക്കാണെന്ന് പറഞ്ഞെങ്കിലും റസിയ അവനെ നിർബന്ധിച്ച് കൊണ്ടുപോയി. പിന്നെയുള്ള എല്ലാ ദിവസവും നേരം വെളുത്ത് ചാച്ചു ഷാക്കിറയുടെ അടുത്തെത്തിയിരിക്കും. അപ്പുറത്ത് മോളും ഇപ്പുറത്ത് ചാച്ചുവും. കുഞ്ഞിന് ഇടം വലം കാവലാണ് രണ്ടുപേരും. മോളുടെ കൂടെ ചാച്ചുവും അവിടെ നിന്നും കഴിക്കാൻ തുടങ്ങിയതോടെ രാവിലെ വന്നാൽ പിന്നെ കിടക്കാനാണ് അവൻ വീട്ടിൽ പോകുന്നത്. ഐഷമ്മക്ക് അവൻ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ല. അവർ അവനെ കുറേ പിടിച്ചു വെക്കും, കേൾക്കില്ല എന്ന് കണ്ട് ഒരു ദിവസം റസിയയും ആബിലും കാണാതെ രണ്ടെണ്ണം കൊടുക്കുക കൂടി ചെയ്തു. അല്ല പിന്നെ ആ ഒരുമ്പുട്ടുള്ള കുട്ടീനെ കാണാൻ പോയിരിക്കണം. നാശം, ഇവിടെ തന്നെ വന്ന് പെട്ടു. അവളെ മാപ്പിളക്ക് അറിയാം ചാച്ചു ആബിലിൻ്റെ മോനല്ലെന്ന് എന്നല്ലേ പറഞ്ഞതേ. ഇനി അവൾ എല്ലാവരെയും അറിയിക്കോ? അവൾക്ക് ചാച്ചുവിനെ കാണുമ്പോൾ അത് ഓർമ്മ വരൂലേ? അപ്പോൾ കാണുന്നവരോട് എല്ലാവരോടും അവനെ കുറിച്ച് പറയില്ലേ? ഇനി ആ ചെക്കനെ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ റൂമിൽ അടിച്ചിടണം. ആയിഷമ്മ മനസ്സിൽ ഉറപ്പിച്ചു. എങ്കിലും കുഞ്ഞിനെ തല്ലിയതറിഞ്ഞ റസിയ പിന്നീട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങ് നിർത്തി. തള്ളൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ അടിയിൽ കുത്തിയിട്ടാ എൻ്റെ കുട്ടിനെ തല്ലിയത്, തിന്നാൻ കിട്ടാതെ മൂക്കുന്നത്. എനിക്കൊന്ന് കാണണം. റസിയ പല്ല് നെരിച്ചു. വല്യമ്മ വല്യമ്മ. ചാച്ചു അവന് കഴിക്കാൻ കൊടുത്ത പത്തിരിയും ചിക്കൻ കറിയും അടങ്ങിയ പാത്രവുമായി ഐഷമ്മയുടെ അടുത്തെത്തി. അവനെ കുഞ്ഞിക്കൈയിൽ പത്തിരി കഷ്ണം ചിക്കൻ കറിയിൽ മുക്കി ഒരു കഷ്ണം ചിക്കൻ കഷ്ണവും അതിൽ പൊതിഞ്ഞ് ഐഷമ്മയുടെ വായ്ക്ക് നേരെ നീട്ടി. വലിയമ്മക്ക് ഉമ്മ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. ഐഷമ്മ വാ തുറന്ന് അവൻ കൊടുക്കുന്നത് മുഴുവൻ കഴിച്ചു. ഞാൻ തല്ലിയിട്ടും തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നല്ല, തന്നെ ഇത്രയും ചെറിയൊരു കുഞ്ഞ് ഇങ്ങനെ പരിഗണിക്കുന്നുണ്ടല്ലോ. തൻ്റെ മക്കളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ പോലും തന്നെ ഇങ്ങനെ നോക്കുന്നതില്ലല്ലോ എന്നൊന്നും അല്ലായിരുന്നു ഐഷമ്മയുടെ മനസ്സിലപ്പോൾ. തന്നെ നോക്കൽ ചാച്ചുവിൻ്റെ കടമയാണല്ലോ എന്നാണ് അവരുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നത്. ഏതോ ഒരു അനാഥച്ചക്കനെ രാജകുമാരൻ്റെ പോലെയല്ലേ ഇവിടെ ജീവിക്കുന്നത്. തൻ്റെ സമ്പത്ത് കൊണ്ടാണല്ലോ അവനിവിടെ ജീവിക്കുന്നതും അവൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നതും എന്നായിരുന്നു അവരുടെ മനസ്സിൽ. ആ പ്ലേറ്റിലുള്ളത് മുഴുവനും അവൻ ഐഷമ്മക്ക് നൽകി. വീണ്ടും റസിയോട് പോയി ചോദിച്ചു വാങ്ങുമ്പോൾ റസിയയ്ക്ക് അത്ഭുതമായിരുന്നു. ആദ്യമായാണ് അവൻ കൊടുത്തത് മുഴുവനും കഴിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് വീണ്ടും വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. നല്ല കുട്ടി, ഇങ്ങനെ വേണം, റസിയ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ചിലർ അങ്ങനെയാണ്. എന്ത് തന്നെയായാലും മറ്റുള്ളവർ എങ്ങനെ സ്നേഹിച്ചാലും അതൊന്നും അവർ അംഗീകരിക്കില്ല. അവർ തങ്ങളെ നോക്കാൻ കടമപ്പെട്ടവർ ആണെന്നാണ് അവരുടെ വിശ്വാസം. ആബിദ് ജോലിക്ക് പോയി വന്നാൽ എന്നും സമാധാനം കിട്ടലില്ല. ആ ചെക്കന് ഏത് നേരം ആ ഒരുമ്പട്ടോളടുത്താണ്. ആബിദ് പണി കഴിഞ്ഞ് വരുന്ന നേരം ഐഷമ്മ കോലായിൽ ചെന്നിരുന്ന് അവൻ വന്ന പാടെ പറഞ്ഞു തുടങ്ങും. ഏത് ഒരുമ്പട്ടോളടുത്ത് ഉമ്മ? ആബിദ് ആരുടെ കാര്യമാണെന്ന് പറയുന്നത് എന്നറിയാതെ തിരിച്ചു തോന്നിച്ചു. ആ മച്ചിയുടെ അടുത്ത്. ചൊല്ലി ശീലമായത് നാവിൽ നിന്ന് പോകാതെ രണ്ട് കുട്ടികളായ ഷാക്കിറെ അവർ വീണ്ടും വിളിച്ചു. ആബിദ് അത് കേട്ടപ്പോൾ അവരെ ഒന്ന് തുറച്ചു നോക്കി. തൻ്റെ കൈവില്ലായ്മയാണ് ഉമ്മ ഈ പറയുന്നത്. അവൻ്റെ നോട്ടം കണ്ട് ഐഷമ്മ തല താഴ്ത്തി. വിളിച്ച് ശീലിച്ചത് നാവിൽ നിന്ന് പോകുന്നില്ല അവർക്ക്. അവൻ കുഞ്ഞല്ലോ ഉമ്മ, കുട്ടികളെ കാണുമ്പോൾ അവരടുത്തേക്ക് പോകുന്നത് സാധാരണയാണ്. അതിന് അവനെ തല്ലിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമ്മളെന്തിനാ ഉമ്മ തടയണത്? ആബിദ് അങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തത് അവർക്ക് ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും എതിർത്തൊന്നും പറയുകയും ചെയ്തില്ല. ആബിദിനെ ഓർക്കുമ്പോൾ അവരുടെ വായടയും. തൻ്റെ മകൻ ന്യൂനത മറക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും പറയാൻ നാവ് ധരിക്കും. ഇതാണ് ഐഷമ്മയുടെ അവസ്ഥ. ആബിദ് ജോലിക്ക് പോയിട്ടും കുടുംബം നോക്കിയും എല്ലാം ദിവസങ്ങൾ കഴിഞ്ഞുപോയി. റസിയോട് അടുക്കണമെന്നും ഒക്കെ ഉണ്ട്. അവൻ അതിന് ശ്രമിക്കുകയും അവളോട് സംസാരിക്കുകയും ചെയ്തെങ്കിലും ഇനി ഒരു ഭാര്യ ഭർത്ത ബന്ധം തങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് റസിയ. ഫുഡ് തനിക്കും മോനും ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ. എങ്കിലും ഐഷമ്മയുടെയും ഹാജയുടെയും വസ്ത്രങ്ങൾ വയസ്സാവരല്ലേ എന്ന് കരുതി കഴുകി ഉണക്കുന്നുണ്ടെങ്കിലും 3 പേരോടും അവൾക്ക് വലിയ അടുപ്പമൊന്നുമില്ല. അവളും കുഞ്ഞും മോനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ കിടക്കുന്ന റൂമിൽ വന്ന് കിടക്കും. ചാച്ചുവിന് ഉപ്പയുടെ കൂടെ കിടക്കണമെങ്കിൽ റസിയ അതിനെ സമ്മതിക്കും. ഉമ്മയും വാ എന്ന് പറയുമ്പോൾ ഉമ്മ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞൊഴുകും. ആബിദിൻ്റെ കൂടെ കിടക്കാൻ ഇഷ്ടമാണെങ്കിൽ അവന് ഉമ്മയില്ലെങ്കിലും ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് അവൻ ഉമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കാറ്. എന്നെങ്കിലും ഒരു ദിവസം കിടന്നാൽ തന്നെ രാത്രി എഴുന്നേറ്റ് റസിയുടെ അടുത്ത് തന്നെ വന്ന് കിടക്കും. ആബിദിന് ഇപ്പോഴും താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. പക്ഷേ റസിയോട് കയർത്ത് സംസാരിക്കാൻ പോലും ഇപ്പോൾ പറ്റില്ല എന്ന ബോധം അവനുണ്ട്. അവൾ മോനെ മുൻനിർത്തി തന്നോട് പക വീട്ടുകയാണെന്നറിയാം. എല്ലാം സഹിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. എന്നെങ്കിലും അവൾ തൻ്റെ
തന്നെ അവളോടൊപ്പം ജീവിതത്തിലേക്ക് കൂട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് അവൻ ഇപ്പോൾ ജീവിക്കുന്നത്. 90 കഴിഞ്ഞ് മോൻ കമഴ്ന്നാൻ തുടങ്ങിയ ഒരു ദിവസം മൂക്കടപ്പും ജലദോഷവും കാരണം നിയാസും ഷാക്കിയും മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഇറങ്ങിയതായിരുന്നു. മോളും അവരുടെ കൂടെ പോകാൻ വാശി പിടിച്ചപ്പോൾ മോളെയും കൂട്ടിയിട്ടുണ്ട്. അവൻ ജോലി കഴിഞ്ഞ് വന്നതേയുള്ളൂ എന്നതുകൊണ്ട് തന്നെ കാർ റോഡരികിൽ നിർത്തിയാണ് ഇട്ടിരുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് ഇട്ടു. ഇപ്പോൾ തന്നെ പുറത്തേക്ക് എടുക്കണ്ടേ എന്ന് കരുതി അവൻ അങ്ങനെ ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് ആബിദിൻ്റെ ആദ്യത്തെ ബസ് കണ്ടക്ടർ ചേട്ടൻ്റെ മോളുടെ വിവാഹം പറയാൻ വേണ്ടി ആ ചേട്ടനും ക്ലീനറും കൂടി ആബിദിൻ്റെ വീട്ടിലേക്ക് തേടി പിടിച്ച് അന്വേഷിച്ചെത്തിയത്. കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞിരുന്നുവെങ്കിലും ചാച്ചു ആബിദിൻ്റെ മകൻ അല്ല എന്ന കാര്യം ആർക്കും അറിയില്ല. ആബിദിൻ്റെ വീട്ടിലെത്തി ഐഷുമ്മയോടും ആജയോടും ഒന്നും അധികം സംസാരിച്ചില്ല അയാൾ. ഷാക്കിറയെ നല്ല കാര്യമായിരുന്നതുകൊണ്ട് തന്നെ റസിയോടും അവർ ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ വിവരങ്ങളൊന്നും ചോദിച്ചറിഞ്ഞില്ല. ഒരുപാട് വർഷം അവരുടെ ബസ്സിൽ ജോലി ചെയ്തിരുന്നതാണ്. കുട്ടികളുടെ വയറ് നിറച്ചിരുന്നത് ആ പണം കിട്ടിയിട്ടായിരുന്നില്ലേ എന്നൊക്കെ ഓർത്താണ് അയാൾ തേടിപ്പിടിച്ചു വന്നത്. വീട്ടിലുള്ളവരോട് വിവാഹം പറഞ്ഞ് പോകാൻ വേണ്ടി അവർ രണ്ടുപേരും ഇറങ്ങി. കൂടെ ആബിദും ഇറങ്ങിയിരുന്നു. ആബിദ്, ആ പോകുന്നത് നിന്റെ ആദ്യ ഭാര്യയല്ലേ? ക്ലീനർ ഒരു സംശയത്തോടെ മുന്നിൽ മോളുടെ കൈയും പിടിച്ച് കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന നിയാസിനൊപ്പം പോകുന്ന ഷാക്കിറയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് കണ്ടക്ടർ ചേട്ടനും അവൻ പറഞ്ഞിടത്തേക്ക് നോക്കിയത്. അതെ, അവൾ തന്നെ. കുറച്ച് തടിച്ച് നിറം വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ആദ്യ ഭാര്യ എന്ന് പറയുന്നത് ഷാക്കിറയും നിയാസും കേട്ടിരുന്നു. അവൾക്ക് ആബിദിൻ്റെ പേരുമായി ആദ്യമായാലും അവസാനമായാലും തന്നെ ചേർത്ത് പറയുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ചേർന്ന് തന്നെയാണ് നടന്നിരുന്നുവെങ്കിലും അവൾ വീണ്ടും നിയാസിനോട് ഒന്നുകൂടി ഒട്ടി നിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ഞായറാഴ്ച അസുഖം ഭേദമായത് കൊണ്ട് തന്നെ ഇനിയും സ്കൂൾ മുടക്കേണ്ട എന്ന് കരുതി അവിടെ അടുത്തുള്ള LP സ്കൂളിൽ കാര്യങ്ങൾ പറഞ്ഞ് അഡ്മിഷൻ എടുത്തിരുന്നു ചാച്ചുവിനെ. ക്ലാസ് തുടങ്ങി കുറച്ചായതുകൊണ്ട് തന്നെ മിസ്സായ ക്ലാസ്സുകൾ കവർ ചെയ്യാൻ ടീച്ചർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ഉള്ളത് കൊണ്ട് തന്നെ ചാച്ചുവിന് ആദ്യത്തെ പോലെ കുഞ്ഞിനെ അടുത്ത് പോയി നിൽക്കാൻ സമയം കിട്ടാറില്ല. വൈകുന്നേരം സ്കൂൾ വിട്ടാൽ കുളിയും ഫുഡ് കഴിക്കലും കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ പോയി കാണാനുള്ള സമയം മാത്രമേ കിട്ടാറുള്ളൂ. അത്രയും ദിവസത്തെ സമയം മുഴുവനും ശനിയും ഞായറും കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്ന് തീർക്കും അവൻ. അങ്ങനെ ശനി കഴിഞ്ഞ് ഞായർ വന്ന ദിവസം ചാച്ചു വീട്ടിലേക്ക് എത്തിയത് കരഞ്ഞുകൊണ്ടായിരുന്നു. ഐഷുമ്മയും ആചാരും റസിയും ആബിദും എല്ലാം കൊലായിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തിനാ മോനെ നീ കരയുന്നത്? ഇതുവരെ അവിടെ നിന്നും ചിരിച്ച മുഖത്തോടെ അല്ലാതെ കയറി വന്നിട്ടില്ല അവൻ. ആരെങ്കിലും മോൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന പേടി ഒരു നിമിഷം റസിയയിൽ കടന്നുകൂടി. എന്നാൽ അവൻ്റെ കരച്ചിൽ കേട്ടത് റസിയ ചോദിച്ചതിനുള്ള മറുപടി കിട്ടുന്നതിന് മുമ്പേ ഐഷുമ്മ പറഞ്ഞു. അല്ലെങ്കിലും ആ ഒരുമ്പട്ടുകളെയും കുട്ടികളെയും കാണാൻ പോയതെന്ന് പറഞ്ഞാൽ ഈ വികൃതിക്ക് പറ്റൂലല്ലോ. എൻ്റെ ആഭിമോനെ ഓർത്ത് മാത്രമാണ് ഞങ്ങൾ അന്നയും കുഞ്ഞിനെയും സഹിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് വയ്യല്ലേ? ഇപ്പോൾ പിന്നെ അനുഭവിച്ചോ? എന്താടാ അവിടെ നിന്നും എന്നെ ആട്ടിപ്പയച്ചോ? ഐഷുമ്മ അവൻ്റെ കരച്ചിൽ കേൾക്കുന്നതിൻ്റെ നീരസത്തോടെ പറഞ്ഞു. ഉമ്മ ഒന്നും മിണ്ടാതിരുന്നേ, ഓ പറയട്ടെ എന്താ ഉണ്ടായതെന്ന്. ഉമ്മ ഷാക്കിറയെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ആബിദ് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് അവളെക്കുറിച്ച് ഒന്നും പറയുന്നത് ഇഷ്ടമല്ലല്ലോ. എന്നിട്ട് എന്തായടാ, ഓൾ അന്നയും ഒഴിവാക്കി പോയില്ലേ? തന്നെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഐഷുമ്മ പറഞ്ഞു. അതെ, തനിക്ക് ഇഷ്ടമായിരുന്നു അവള്. ഉമ്മ കുഞ്ഞില്ലാത്തതിന് കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം ആകുന്നതിന് മുമ്പേ അവളെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ. 5 വർഷമായിട്ടും കുഞ്ഞില്ലാതെ ഇരുന്നപ്പോൾ മച്ചിയെന്ന് ആക്ഷേപിക്കുകയും തന്നോട് വേറൊരു വിവാഹം കഴിക്കാൻ പറയുകയുമൊക്കെ ചെയ്തപ്പോൾ അവളോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ. പിന്നെ എപ്പോഴാണ് അവളെ വേണ്ടാതായി തുടങ്ങിയത്? അവളോടുള്ള സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് തോന്നിയത്? റസിയെ കാണുന്നത് വരെ തൻ്റെ മനസ്സിൽ വേറൊരു വിവാഹത്തെ പറ്റി പോലും ചിന്തയില്ലായിരുന്നു. നമുക്കൊരു ഡോക്ടറെ കാണാമെന്ന് പറയുമ്പോഴെല്ലാം അത് വേണ്ട, കുടുംബത്തിൻ്റെ മാനം പോകുമെന്ന് പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഉമ്മ, അവരിവിടെ നിന്ന് പോകാണെന്ന് ചാച്ചു തന്നെ കണ്ണു തിരുമ്പി കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോഴാണ് ആബിദ് ചിന്തയിൽ നിന്നും ഉണർന്നത്. ആര് പോകുന്ന കാര്യം മോൻ പറയുന്നത്? റസി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവരെല്ലാവരും ആ വീട്ടിൽ നിന്ന് പോവാണെന്ന്. ഇനി ആ വീട്ടിലേക്ക് വരില്ലത്രേ.
വാവയും കൊണ്ടുപോകും അവൻ ഏങ്ങലടിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മ പറയോ വാവയെ നമുക്ക് തരാൻ? അവൻ റസിയയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നത് കണ്ടപ്പോഴാണ് അവർ അവിടെ നിന്ന് പോവാണെന്ന് കേട്ട സന്തോഷത്തിലിരുന്ന ഐഷുമ്മയുടെ മുഖം കറുത്തത്. പിന്നെ ഇത് ധർമ്മശാലല്ലേ, കണ്ടവരെ കുട്ടികളൊക്കെ വളർത്താനേ. അവർ ആ ദേഷ്യം പിറുപിറുത്ത് തീർത്തു. നിന്നോട് ആരാ ഇത് പറഞ്ഞ മോനെ? റസിയയ്ക്ക് അവൻ പറഞ്ഞത് വിശ്വാസമാകാതെ ചോദിച്ചു. ചേട്ടത്തി പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് അധികമൊന്നും ആയില്ല എന്ന്. പിന്നെ ഇപ്പോൾ വീട് മാറിപ്പോവാൻ എന്തായിരിക്കും കാരണം? ആ, അവിടുത്തെ ഉമ്മ പറഞ്ഞല്ലോ. പിന്നെ മോളും പറഞ്ഞു. അവൻ്റെ കരച്ചിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് തേങ്ങുന്നുണ്ട്. അത് കേട്ടപ്പോൾ ആബിദിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് കണ്ടക്ടർ ചേട്ടൻ നിൻ്റെ ആദ്യ ഭാര്യയല്ലേ അതെന്ന് തന്നോട് ചോദിക്കുന്നത് കേട്ട് ഷാക്കിറയും കുഞ്ഞുങ്ങളെയും തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ച് നടക്കുന്ന നിയാസിൻ്റെ മുഖമാണ്. ആ ചോദ്യമായിരിക്കോ ഡോക്ടർക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാനുള്ള കാരണം? അന്ന് അയാൾ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ തോന്നിയത് റസിയെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്നാണ്. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇന്നും അവൾ തൻ്റെ കൂടെ അവൾ ഉണ്ടാകുമായിരുന്നു. അന്ന് ഉമ്മാൻ്റെ വാക്ക് കേൾക്കാതെ നല്ലൊരു ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ തൻ്റെ കുറവ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആരും അറിയാതെ ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ തൻ്റെ കൂടെ ഉണ്ടായേനെ. റസിയുമായുള്ള അടുപ്പവും വിവാഹം ഒന്നും നടക്കുകയുമില്ലായിരുന്നു. ഇതിപ്പോൾ വിവാഹത്തിന് ശേഷം സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മാനനഷ്ടവും സാമ്പത്തിക നഷ്ടവും കൂടുതലാണ്. തൻ്റെ ചോരല്ലാത്ത കുട്ടിയുടെ ഉപ്പയായി ജീവിക്കേണ്ടി വന്നു. പോയ കാലവും ബുദ്ധിയൊന്നും ഇനിയിപ്പോൾ വീണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഉമ്മയുടെ വാക്കുകളിൽ നല്ലത് മാത്രമേ ഉൾക്കൊള്ളുള്ളൂ. ആബിദ് മനസ്സിലുറപ്പിച്ചു. ഇനി തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത് റസിയ എല്ലാം മറന്ന് അവർ 3 പേരും അടങ്ങുന്ന സന്തോഷപൂർവ്വമായ ജീവിതമാണ്. അന്ന് നിയാസ് ഷാക്കിറയെ ചേർത്ത് പിടിച്ചതുപോലെ റസിയയോടും കുഞ്ഞിനോടും ഒപ്പം ഒരു ജീവിതം തനിക്കുണ്ടാകുമോ? വീണ്ടും അവൻ്റെ മനസ്സിൽ ഉപ്പയും ഉമ്മയും 2 കുഞ്ഞുങ്ങളും അടങ്ങിയ സന്തോഷപൂർണ്ണമായ ആ ജീവിതം മനസ്സിലേക്ക് വന്നു. അല്ല, നിങ്ങൾ ഇവിടുന്ന് പോവുകയാണല്ലേ? എല്ലാം കേട്ട് ചേട്ടത്തിയും അച്ചാനും സങ്കടം. നല്ലൊരു അയൽവക്കമായിരുന്നു. സ്നേഹിക്കാനും സഹായിക്കാനും മാത്രം അറിയുന്നൊരു അയൽവക്കം. മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കാത്ത അയൽവക്കം. അതിലേറെ തങ്ങളുടെ കുട്ടികൾ വലുതായതിനു ശേഷം അവരെ തന്നെ സ്നേഹിച്ച കുട്ടികൾ പോകുന്നതിൻ്റെ വിഷമം. ജോലി അവിടെയല്ലേ, പിന്നെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നോക്കേണ്ടേ? ഇവിടേക്ക് വന്നത് തന്നെ സന്തോഷത്തോടെ അല്ല, സ്വന്തമായി വീട് ഇവിടെ ഇട്ട് വന്നതല്ലേ. അല്ലാതെ ആബിദിനെയും ഫാമിലിയെയും ഇടയ്ക്ക് കാണുന്നതിൻ്റെ ബുദ്ധിമുട്ടും മാനസിക അസ്വസ്ഥതയും അവർ ചേട്ടത്തിയോടും അച്ചായനോടും പറഞ്ഞില്ല. പിന്നെ ചേട്ടത്തി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരണം കേട്ടോ. പിന്നെ വരാതെ എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെ കാണാതെ നിൽക്കാം? ചേട്ടത്തി മോളുവിനെ എടുത്തുയർത്തി മുത്തം കൊണ്ട് പൊതിഞ്ഞു. മോനെയും കയ്യിലേക്ക് വാങ്ങി ഉമ്മ നൽകുമ്പോൾ അവർ കരഞ്ഞിരുന്നു. മോനെയെടുത്ത് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങിയ നിയാസിന് പിന്നാലെ ഷാക്കിറയും മോളും ഉമ്മയും ഉപ്പയും എല്ലാം ഇറങ്ങുന്നത് ടെറസിന് മുകളിൽ നിന്നും ആബിദ് നോക്കി നിന്നു. ഇനി എവിടെ വെച്ചെങ്കിലും കാണുമോ എന്നായിരുന്നു അവൻ്റെ ചിന്ത. ഇനി ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങളുടെയും ഷാക്കിറയുടെയും നേലിന് അടുത്ത് പോലും അവർ വരരുതേ എന്നായിരുന്നു നിയാസിൻ്റെ പ്രാർത്ഥന. കാറിലേക്ക് കയറാൻ നിൽക്കുകയായിരുന്ന ഷാക്കിറ നിലത്ത് കിടന്ന് ഉയരുന്ന ഡ്രസ്സിൽ തട്ടി വീഴാൻ പോയപ്പോൾ ഷാക്കിറയെ നിയാസ് ചേർത്ത് പിടിച്ചു. അത് ആബിദിൻ്റെ കണ്ണിലും പതിഞ്ഞു. മരണം കൊണ്ടല്ലാതെ മാറ്റം വരാത്ത ഐഷുമ്മയും അവരെ ജീവന് തുല്യം സ്നേഹിച്ച ആര്യാനും റസിയും ചാച്ചുവും ആ വീട്ടിൽ തന്നെ സന്തോഷത്തോടെ കഴിയുമോ? ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.